നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. IPLന്റെ ട്രേഡ് വിൻഡോയിൽ വമ്പൻ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും തങ്ങളുടെ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനെ തിരികെ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് മുംബൈ. ഇത് സംബന്ധിച്ച് ഇരു ടീമുകളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് സൂചനകൾ. ഇഷാനെ തിരികെ എത്തിക്കാനായാൽ അടുത്ത സീസണിലെ മുംബൈ 11 എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ഇഷാൻ കിഷൻ മടങ്ങിയെത്തിയാൽ വീണ്ടും ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് രോഹിത് ശർമ്മ ഇഷാൻ സൂപ്പർ ഓപ്പണിംഗ് ജോഡിയെ കളിക്കളത്തിൽ കാണാം. മുംബൈയിൽ ഏറെ ക്ലിക്കായ ഓപ്പണിംഗ് സഖ്യം കൂടിയാണിത്. ടീമിന് പല സ്ഫോടനാത്മക തുടക്കങ്ങളും ഈ സഖ്യം നൽകിയിട്ടുമുണ്ട്. ഇഷാന്റെ തിരിച്ചുവരവോടെ സ്ഥാനം നഷ്ടമാവുക സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ റയാൻ റിക്കൽട്ടണിനായിരിക്കും. കഴിഞ്ഞ സീസണിൽ മുംബൈക്കായി ഓപ്പൺ ചെയ്തത് രോഹിത് റിക്കൽട്ടൺ സഖ്യമായിരുന്നു. പുതിയ ഈ ഓപ്പണിംഗ് കോമ്പിനേഷൻ ക്ലിക്കാവുകയും ചെയ്തിരുന്നു. കരിയറിലെ ആദ്യത്തെ IPLൽ തന്നെ റിക്കൽട്ടൺ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ ഇഷാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്തിരുത്തുകയല്ലാതെ മുംബൈക്ക് മുന്നിൽ മറ്റു വഴികളുമില്ല. രോഹിത് ഇഷാൻ ജോഡിക്ക് ശേഷം 3-ാം നമ്പറിൽ കളിക്കുക 360 ബാറ്ററായ സൂര്യകുമാർ യാദവ് ആയിരിക്കും. ഇന്ത്യൻ T20 ക്യാപ്റ്റനായിരിക്കെ സമ്മർദ്ദം കാരണം പതറുന്ന അദ്ദേഹത്തിന് മുംബൈയിൽ കൂടുതൽ ഫ്രീയായി തന്റെ ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യാം. 4-ാം നമ്പർ യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയുടെ കൈകളിൽ ഭദ്രമാണ്. 5-ാമനായി ഇറങ്ങുക ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ വിൽ ജാക്സ് ആണ്. കഴിഞ്ഞ മെഗാലേലത്തിൽ മുംബൈയിലെത്തിയ ശേഷം മോശമല്ലാത്ത പ്രകടനമാണ് ജാക്സ് നടത്തിയത്. അതിനാൽ അടുത്ത സീസണിൽ അദ്ദേഹം ടീമിൽ സ്ഥാനം നിലനിർത്തുമെന്നതും ഉറപ്പാണ്. 6-ാം നമ്പറിലാണ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യയെ കാണാം. കഴിഞ്ഞ സീസണിൽ ഫിനിഷറുടെ റോളിൽ മിന്നിച്ച നമാൻധിറായിരിക്കും 7-ാമനായി ബാറ്റ് വീശുക. മികച്ച പ്രഹരശേഷിയും അനായാസം സ്കോർ ചെയ്യാനുള്ള കഴിവുമാണ് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നത്. 8-ൽ ന്യൂസിലാൻഡിന്റെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ സാൻഡർ ഉണ്ടാവും. ബൌളിംഗിനൊപ്പം ബാറ്റിംഗിലും മോശമല്ലാത്ത സംഭാവനകൾ നൽകാൻ കിവി താരത്തിന് കഴിയും. അതിനുശേഷം 9 മുതൽ 11 വരെ സ്ഥാനങ്ങളിൽ ന്യൂസിലാൻഡിന്റെ സൂപ്പർ പേസർ ട്രെന്റ് ബോൾട്ട്, അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായ മുജീബുർ റഹ്മാൻ, ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും കളിക്കും. ഇംപാക്ട് പ്ലെയറുടെ റോൾ ദീപക് ചാഹറിനാണ്.